മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. പ്രിയദർശിനി സൗജന്യ യാത്ര എത്രമാത്രം കേരളത്തിൽ ഫലവത്താണ്? സ്ത്രീകൾ സന്തോഷവതികളാണോ? അവർ ഇതിനെ എപ്രകാരം വീക്ഷിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു? ഇന്നത്തെ ചർച്ച പ്രിയദർശിനി സൗജന്യ യാത്ര. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീമതി ഷേർലി ജോസഫ്. ഷേർലി ജോസഫ് സിനി ആർട്ടിസ്റ്റാണ്. കൂടാതെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. സ്വാഗതം മാഡം. സ്വാഗതം സാർ. കഴിഞ്ഞ ആഴ്ചയിൽ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന പ്രതിസന്ധികളായിരുന്നു കാഴ്ചപ്പാട് ചർച്ചയ്ക്കെടുത്തത്. അത് പ്രധാനമായിട്ടും UDF സർക്കാർ കൊണ്ടുവന്ന പ്രിയദർശിനി ബസ്, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചയായിരുന്നു. ഒരു ഭാഗത്ത് സ്ത്രീകൾക്കുള്ള വലിയ പരിരക്ഷയായി ആ പദ്ധതി മാറിയപ്പോൾ മറുഭാഗത്ത് ചില പ്രത്യാഘാതങ്ങളുണ്ടായി. അതായിരുന്നു ചർച്ചയ്ക്ക് വിഷയീഭവിച്ചത്. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യക്ഷമായി ഇത് എങ്ങനെ ഗുണകരമായി ഭവിക്കുന്നു എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. സ്ത്രീകൾക്ക് വളരെ ഗുണകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ പുതിയ സർക്കാർ ആവിഷ്കരിച്ചത്. നമ്മുടെ ജൂൺ 15 മുതൽ ഇപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞു സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിച്ചിട്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സ്ത്രീകൾ ഓരോരുത്തരും ഈ പുതിയ നിയമത്തെ ഏറ്റവും സന്തോഷത്തോടെയാണ് ആളുകൾ വരവേറ്റത്. കാരണം ഇന്ന് ധാരാളം സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. സാധാരണക്കാരായ സ്ത്രീകൾക്കെല്ലാം, അതായത് ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നവര്, വീട്ടുജോലിക്ക് പോകുന്നവര്, മറ്റു പല ജോലിക്കും പോകുന്ന ധാരാളം ആളുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും ഇപ്പൊ പലപ്പോഴും യാത്ര പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ടൂർ പോകാനോ അല്ലെ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങൾ പോലും പോകാൻ ബുദ്ധിമുട്ടിയ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കെല്ലാം ഇപ്പൊ ഗ്രൂപ്പായിട്ട് കുടുംബശ്രീയുടെ ചില യൂണിറ്റുകൾ ഉൾപ്പെടെ വളരെ സന്തോഷത്തോടു കൂടി മൂന്നാറിലേക്കും അതുപോലെ ഗവിയിലേക്ക് വരെ യാത്ര നടത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുകയുണ്ടായി. അപ്പൊ അവർക്ക് അമ്പലങ്ങളിൽ പോകാനും ആശുപത്രികളിലേക്ക് പോകാനും എവിടെ പോകാനും ഇപ്പൊ പൈസ ഒരു തടസ്സമല്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്ത്രീ സമൂഹവും ട്രാൻസ്ജെൻഡേഴ്സും ഇതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ വരവേറ്റിരിക്കുന്നത്. കൊള്ളാം. ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്, സതീശിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചില പദ്ധതികൾ വളരെ വേഗത്തിൽ ആവിഷ്കരിച്ചു. അതിലൊന്നാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. അത് അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി പറയുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, എല്ലാവരുടെയും കയ്യടി നേടിയ മറ്റൊരു പദ്ധതിയാണ് ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന തൂഫാൻ പദ്ധതി, ലഹരി വിമുക്ത പദ്ധതി, ലഹരിയെ ഉച്ചാടനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജുകളുടെ ശുദ്ധികലശം. അതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക ചില നല്ല പദ്ധതികൾ ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും കയ്യടി നേടിയ ഒരു പദ്ധതി എന്ന നിലയിലാണ് ഈ പ്രിയദർശിനി ബസ്സുകളെ കാണുന്നത്. അത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ധാരാളം സ്ത്രീകൾ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നുണ്ട്. അത് നഗരപ്രദേശങ്ങളിലുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. എങ്ങനെയാണ് അതിൽ യാത്ര ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും മാഡം അതിൽ യാത്ര ചെയ്തിരുന്നുവോ? സൗജന്യ ആയ ഒരു യാത്ര അനുഭവിച്ചു. ഞാൻ കട്ടപ്പനയിൽ നിന്നും പോരുമ്പോൾ കട്ടപ്പന മുതൽ ചെറുതോണി വരെ എനിക്ക് പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിച്ചു. വളരെ നല്ല യാത്രാ അനുഭവമാണ്. 0 ടിക്കറ്റ് നമ്മൾ എടുക്കണം. ടിക്കറ്റ് എടുക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുത്ത് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ നല്ല അനുഭവമാണ്. ധാരാളം സ്ത്രീകൾ ആ യാത്രയിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. കണ്ടക്ടറുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ നല്ല സമീപനമാണുള്ളത്. യാത്രക്കാരെല്ലാം വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് എനിക്ക് പരിചയമുള്ള ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഈ സൗജന്യ യാത്രയെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയോ? പിന്നെ ഇഷ്ടം പോലെ. അതാണ് ഇപ്പൊ നിരന്തരം ഞങ്ങളെ സ്ത്രീകൾക്കിടയിലെ ചർച്ചാ വിഷയം തന്നെ. ഇത്രയും നല്ലൊരു വളരെ സ്പീഡിൽ UDF ഗവൺമെന്റ് ഇത്തരം ഒരു നയം നടപ്പിലാക്കിയല്ലോ എന്നും പറഞ്ഞ് വളരെയധികം നല്ല ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തൃപ്തരാണ്. പ്രത്യേകിച്ച് വനിതകൾ ഈ രംഗത്ത് ഈ സൗജന്യ യാത്ര അനുഭവിക്കുന്നതിൽ വളരെ തൃപ്തരാണ്.
വളരെയധികം സന്തോഷവതികളാണ് എല്ലാ സ്ത്രീകളും. അതായത് ആബാല വൃത്തം സ്ത്രീകൾ, അതായത് അതിൽ പ്രായമായവരെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ യുവതികളെന്നോ എന്നില്ല, എല്ലാ തരം സ്ത്രീകളും ഈ യാത്രയിൽ വളരെയധികം സന്തോഷവതികളാണ്. കാരണം അവർക്കിപ്പോൾ ബസ്സിന് നൽകാൻ വെച്ചിരുന്ന പൈസ ഉപയോഗിച്ച് അവർക്ക് സേവിങ്സിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ നാളിൽ നമുക്ക് ഒരു പത്രത്തിൽ വന്ന വാർത്ത കാണുകയുണ്ടായി. അവർക്ക് മാസം 1200 രൂപയോളം ഇതിൽ മുഖാന്തരം ലാഭം ലഭിക്കുന്നുണ്ട്. ആ പൈസ കൊടുത്ത് അവരൊരു 6 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, LIC പോളിസി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതൊരു വലിയ സേവിങ്സ് ആണ്, ആ പൈസ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ സാധാരണക്കാരായ ആളുകൾ ആ പൈസ ഉപയോഗിച്ച് അവർ ഈ ബസ്സിന് കൊടുത്തിരുന്ന പൈസ ഉപയോഗിച്ച് ചിട്ടുകൾ ചേരുന്നുണ്ട്. അതൊരു സമ്പാദ്യമാണ്. അവരുടെ കുടുംബ ബജറ്റിനെ തന്നെ വളരെ നല്ല രീതിയിൽ ഇത് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ആ പൈസ വളരെ ഫലവത്തായി ഉപയോഗിക്കണം, അവർക്ക് ഉപയോഗിക്കണം. ആ ഒന്ന് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവിങ്സിലോ അവരത് ചെയ്യും. തീർച്ചയായിട്ടും അത് മാത്രമേ 1200 അല്ല. തൊടുപുഴയിൽ നിന്ന് ദേവികുളത്തേക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്. തൊടുപുഴയിൽ നിന്ന് ദേവികുളത്തേക്ക് ജോലിക്ക് പോകുന്നവരെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 150 രൂപയിൽ കൂടുതലാണ് റേറ്റ് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിനിമം 300 രൂപ കൂട്ടിയാൽ പോലും 20 ദിവസം പോകുന്ന 3-2-6 അല്ലേ, എത്ര രൂപയാണ് ലാഭം? 10,000-6,000 രൂപയുടെ കേസാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ അവർക്ക് സേവ് ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഞാനിത് പറയുമ്പോഴും അങ്ങനെ പൊതുവെ ആഹ്ലാദവതികളാണ് അല്ലെങ്കിൽ പൊതുവെ സന്തോഷവതികളാണ് ഇക്കാര്യത്തിൽ നമ്മുടെ ലേഡീസ് എന്നുള്ളതുകൊണ്ട് അതിന്റെ ഗുണം സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സർക്കാർ ഇപ്പൊ ലാഭം മാത്രം നോക്കിയല്ല സർക്കാർ പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് സർക്കാർ. അപ്പം ഈ പദ്ധതിയെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഒരു ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരം ഒരു പദ്ധതി വന്നതോടുകൂടി നമുക്ക് ഇപ്പൊ സ്വന്തമായിട്ട് വാഹനമുള്ള ആളുകളെല്ലാം സ്വന്തമായിട്ടുള്ള വാഹനങ്ങളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സൗജന്യമായിട്ടൊരു യാത്ര വന്നതോടുകൂടി സ്ത്രീകൾ കൂടുതലായിട്ടും പൊതുഗതാഗതമായ KSRTCനെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ധനത്തിന്റെ ദുരുപയോഗം തടയാൻ പറ്റുന്നു, പരിസ്ഥിതി മലിനീകരണം തടയാൻ സാധിക്കുന്നു. അത്തരത്തിൽ വളരെ നല്ല കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. പാർശ്വ ഗുണങ്ങൾ, അതിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നാനാ തരത്തിൽപ്പെട്ട ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് അങ്ങ്. അപ്പോൾ അവർക്കിടയിൽ നിന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ നിന്നും ഇതിങ്ങനെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ സ്ത്രീകൾക്കിടയിൽ നിന്ന് ഒരു പറച്ചിൽ വന്നിട്ടുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ചിലരൊക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞത് സ്ത്രീകൾക്കിടയിൽ നിന്നല്ല കൂടുതലും വന്നിരിക്കുന്നത്, പുരുഷന്മാർക്കിടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര പുരുഷന്മാർക്കിടയിലുണ്ട്, അതുണ്ട്, അല്ലാതെ സ്ത്രീകൾക്കിടയിൽ അധികമില്ല. അത് പുരുഷന്മാർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഇല്ല, സ്ത്രീകൾ വളരെ ഹാപ്പിയാണ്. കാരണം സൗജന്യം കിട്ടിയാൽ ആരാണ് സാറേ ഇഷ്ടപ്പെടാത്തത്? പക്ഷെ അങ്ങ് ഇപ്പൊ പറഞ്ഞല്ലോ 2 സിനിമയിലൊക്കെ അഭിനയിച്ച് സിനിമ പുറത്ത് വരാനിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ് ഫെയിം എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളാണ്. സീരിയലുകൾ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പൊതുവേ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പിന്നെ മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥകളെ നമുക്ക് സിനിമാ രംഗവുമായിട്ട് താരതമ്യം ചെയ്യുകയേ അല്ല, ഞാൻ ഒരിക്കലും അല്ല. പക്ഷേ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഈ സിനിമ പോലെയൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കൊരു നിശ്ചിത തുകയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു സാമൂഹിക പരിരക്ഷ എന്ന അർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഈ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെയുള്ള രക്ഷയുള്ള, അതായത് നിശ്ചിത വരുമാനമുള്ള, ഉയർന്ന വരുമാനമുള്ള സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വനിതകളെ വേണമെങ്കിൽ ഒഴിവാക്കിക്കൂടെ? അതായത് UDF സർക്കാരിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രകടന പത്രികയിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന 5 വാഗ്ദാനങ്ങളിൽ പെട്ട ഒന്നാണ് സൗജന്യമായ പ്രിയദർശിനി യാത്ര എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ സ്ത്രീകൾ എന്ന് മാത്രമാണ് പറയുന്നത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാകാം, സാറി പറഞ്ഞ പോലെ സിനിമാ നടിയാവാം, സീരിയൽ നടിയാകാം, ബാങ്ക് ഉദ്യോഗസ്ഥയാകാം, തൊഴിലുറപ്പ് ജോലിക്കാരിയാവാം, ഹരിതകർമ്മ സേനാംഗമാവാം, സാധാരണക്കാരായ ജോലിക്കാർ മുതൽ സിനിമാ സീരിയൽ രംഗത്തുള്ളവരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും എല്ലാം സ്ത്രീകൾ എന്ന ഒറ്റ കാറ്റഗറിയിലാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾക്കെന്നാണ് നമ്മൾ നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെ ആ വാഗ്ദാനമാണ് നമ്മുടെ UDF സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതില് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ളവർ കൂടുതലായിട്ടും പൊതുഗതാഗതം ഉപയോഗിക്കുന്നില്ല. അവർക്കെല്ലാം സ്വന്തമായിട്ട് വാഹനമുണ്ട്, മിക്കവർക്കും തന്നെ സ്വന്തമായിട്ട് വാഹനമുള്ള ആളുകളാണ്. പിന്നെ സർക്കാർ ജീവനക്കാരും നേരത്തെ മിക്ക ആളുകളും തന്നെ
അവരുടെ ഒന്നെങ്കിൽ 2 വീലറും അല്ലെങ്കിൽ 4 വീലറും ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത്തരക്കാർ അവരുടെ 2 വീലർ മാറ്റി വെച്ചിട്ട് നമ്മുടെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നു. ഒരു 50 കിലോമീറ്റർ ഒക്കെ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല സാറേ, ഇപ്പൊ തിരുവനന്തപുരം വരെ പോകാൻ കിട്ടിയാൽ അത്രയും സന്തോഷമാണെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. കാരണം നമുക്കിപ്പോ തിരുവനന്തപുരം വരെ ഒരു സൗജന്യ യാത്ര കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ സർക്കാരിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഗവൺമെന്റിന്റെ നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോകണമെങ്കിലൊക്കെ എല്ലാ തരം ജനങ്ങൾക്കും അത് കൂടുതൽ സൗകര്യപ്രദമാകും. തിരുവനന്തപുരത്ത് എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട്. ഇന്ന് വരെ തിരുവനന്തപുരം കാണാത്ത ആളുകൾ പോലും നമ്മുടെ ജില്ലയിൽ ധാരാളം പേരുണ്ട്. ഞാൻ ഈ അടുത്ത നല്ലൊരു കുടുംബശ്രീ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് പേരെന്ത് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ തിരുവനന്തപുരത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി എനിക്ക് തിരുവനന്തപുരം വരെ പോകണമെന്ന് പറഞ്ഞു. കാരണം ഒരു ബസ് മാറിയിട്ടാണെങ്കിലും അടുത്ത ബസ്സിനെ കയറിയാണെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് തിരുവനന്തപുരം വരെ എത്താൻ പറ്റും. എറണാകുളം കാണാത്തവർ, അങ്ങനെ പല സ്ഥലങ്ങളും കാണാത്ത ആളുകളുണ്ട്. വിമാനത്തിൽ കയറാത്തവർ, തീവണ്ടി കാണാത്തവർ, തീവണ്ടിയിൽ കയറാത്തവർ, അങ്ങനെയൊക്കെ ഹതഭാഗ്യരായ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ കുടുംബശ്രീ സംവിധാനം വന്നതോടുകൂടി ധാരാളം ആളുകൾ പല രീതിയിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ടൂർ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും 90-91 അങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട്. 90-91 സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ വാർഡ് കേന്ദ്രീകരിച്ച് ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ഞാനൊരു സാക്ഷരതാ പ്രവർത്തകയായിരുന്നു. അന്ന് തീവണ്ടി കാണിക്കാൻ വേണ്ടി മാത്രം എറണാകുളത്ത് പോയിട്ടുണ്ട്. കാരണം തീവണ്ടി കണ്ടിട്ടില്ല അവർക്ക് കയറാൻ പറ്റുന്നില്ല പലപ്പോഴും, പക്ഷെ കണ്ടിട്ടില്ല. തീവണ്ടി പോകുന്നൊന്ന് കണ്ടാൽ മതി, വിമാനം വന്നിറങ്ങുന്നതൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒത്തിരി. ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്രതീക്ഷിച്ചത് ഏതാണ്ട് 1 കോടി സ്ത്രീകൾ വാഹനം ഉപയോഗിക്കുന്ന ഒരു ദിവസം. ഇപ്പൊ അത് 2 കോടിയോളം, 3 കോടി കഴിഞ്ഞ ദിവസത്തെ കണക്കിന് പ്രകാരം 3 കോടി ജനങ്ങളാണ് നിലവിൽ ഇതുവരെ ഈ സൗജന്യ യാത്രയുടെ ഗുണഫലങ്ങൾ ആസ്വദിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത് സർക്കാരിനെ സാമ്പത്തികമായി ക്ഷയിപ്പിക്കുമോ? ഇല്ല, 95 കോടിയോളം രൂപ ഇപ്പൊ നിലവിൽ നമുക്ക് ഈ സൗജന്യ യാത്രയ്ക്കായിട്ട് ചെലവായിട്ടുണ്ട്. എങ്കിൽ പോലും സർക്കാർ അതിന് ബദലായ പല സംവിധാനങ്ങളും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത് KSRTC നഷ്ടത്തിലാകാനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോ ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പൊ സർക്കാർ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമല്ലേ ആകുന്നുള്ളൂ. ഇനിയും അവസരം കിടക്കുമല്ലേ. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാര് അത് അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടാനോ അല്ല. അവർക്ക് അവകാശപ്പെട്ടതാണ്, അവകാശപ്പെട്ട അവർ ഉപയോഗിക്കട്ടെ. വെറുതെ ഇരിക്കുന്നവർ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന പോലും തെറ്റാണ്. പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സാധാരണ ആളുകൾ ഈ സവിശേഷമായ ഈ യാത്ര ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. കാരണം പണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നത് പലപ്പോഴും സാധാരണക്കാരായ സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും എന്നുള്ളത് കൊണ്ട് അവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല, മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സൗജന്യ യാത്ര ലഭിച്ചപ്പോഴാണ് പലരും പല സ്ഥലങ്ങളും ഒന്ന് കാണാനും അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ തയ്യാറാവുന്നത്. അത് അവർക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമല്ലേ? അല്ലാതെ തീർച്ചയായിട്ടും അത് വേണം, അതാ വേണ്ടെന്നല്ല. കാരണം ഒരു പ്രായമായ സ്ത്രീ ഒരു അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അല്പം ദൂരെയുള്ള സ്ഥലമാണ്. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് എവിടെ നിന്നാലും പ്രിയദർശിനി ബസ് വരുമ്പോൾ കയറിയാൽ അവർക്ക് ആ സ്ഥലത്ത് എത്താൻ സാധിക്കും. അത് അവരെ സംബന്ധിച്ച് വളരെ ഹാപ്പിയല്ലേ? ഒരു പള്ളിയിൽ പോകേണ്ട ആളുകൾ, അല്ലെങ്കിൽ ഏത് തരം ദേവാലയം സന്ദർശിക്കേണ്ട ആളുകൾ, അതുപോലെ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് എന്നോട് കഴിഞ്ഞ നാളിൽ എന്റെ വാർഡിലെ തന്നെ ഒരു സ്ത്രീ സംസാരിച്ചത്. അവരൊരു ഹൗസ് മെയ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ഡെയിലി വന്നു പോകണമെങ്കിൽ 75 രൂപയോളം ചെലവാകും ഈ വന്നു പോകുന്നതിന്. അപ്പൊ പലപ്പോഴും അവർ ഇത്രയും വണ്ടിക്കൂലി ആകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ ജോലി പിടിക്കാതെ ഹോം നേഴ്സിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലെ കുട്ടികളെ ഒന്നും നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഹോം നേഴ്സ് ആകുമ്പോൾ അവിടെ താമസിച്ച് ജോലി ചെയ്യണമല്ലോ. അപ്പൊ ഇത്തരം ഒരു സൗകര്യം വന്നതോടുകൂടി അവര് നമ്മുടെ അടിമാലിയിൽ തന്നെയുള്ള ഒരു വീട്ടില് ദിവസേന ജോലിക്ക് വന്നു പോകുന്നുണ്ട്. അവരുടെ കുടുംബത്തോടൊപ്പം അവർക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ പേരൻസിനെ നോക്കാനൊക്കെ അവർക്ക് സമയം കിട്ടുന്നുണ്ട്. അവരതിൽ വളരെ ഹാപ്പിയാണ്. ഈ UDF ഗവൺമെന്റ് ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്ന് തോന്നുന്നുണ്ട്. രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളതിനേക്കാൾ UDF സർക്കാർ ഉന്നം വെക്കുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ജനങ്ങൾക്ക് ക്ഷേമമുള്ള എല്ലാ പദ്ധതികളും UDF ഗവൺമെന്റ് ആവിഷ്കരിക്കും.
പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 5-നും 5-ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ ആദ്യം നമുക്ക് ഈ സൗജന്യ യാത്രയാണെങ്കിൽ അടുത്തത് നമുക്ക് ഓരോന്നും പടിപടിയായിട്ട് യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, അത്തരം 5-ന് ഗ്യാരണ്ടി ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് തീർച്ചയായിട്ടും സർക്കാർ നടപ്പാക്കുന്നതായിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ താലൂക്ക് പ്രസിഡന്റ് ശ്രീ PC രാജനുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ധാരാളം ആളുകൾ അത് കാണുകയുണ്ടായി. ഇപ്പോഴും അത് യൂട്യൂബിൽ ആളുകൾ ധാരാളമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു അതിനകത്തെ ചർച്ചാ വിഷയം. നോക്കൂ, ഇത് വേണ്ടത്ര അവധാനതയില്ലാതെ വളരെ വേഗത്തിൽ നടപ്പാക്കി എന്നൊരാക്ഷേപം ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപമല്ല, പക്ഷെ വേണ്ടത്ര അവധാനതയില്ലാതെ ആസൂത്രണമില്ലാതെ ധൃതി പിടിച്ച് നടപ്പാക്കി എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല സാറേ. കാരണം വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. കാരണം കർണാടകയിലും തെലുങ്കാനയുമെല്ലാം ഈ പദ്ധതി നടപ്പാക്കി വിജയിച്ചതാണ്. അങ്ങനെ ഒരു പദ്ധതിയാണ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഇതിനു മുൻപ് തന്നെ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായിരുന്നു. പലപ്പോഴും സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. അതിന് കാരണം ഈ പ്രിയദർശിനി സൗജന്യ യാത്ര അല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കൂടുതലായും ഇപ്പൊ സ്വകാര്യ വാഹനങ്ങൾ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് അവരവർക്കെല്ലാം വാഹനങ്ങളുണ്ട്. മിക്ക വീടുകളിലും 4 പേരെ ഉള്ളെങ്കിലും 4 പേർക്കും 4 വാഹനമുണ്ട്. സ്കൂട്ടർ ആണെങ്കിലും കാർ ആണെങ്കിലും ഉള്ള ആളുകളാണ്. അപ്പൊ സ്വന്തം വാഹനങ്ങളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ അധികം ആളുകൾ യാത്ര ചെയ്യാത്തത്. അല്ലാതെ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് ആളെ കിട്ടാതെ അവർ നഷ്ടത്തിൽ പോകുന്നത് പറയാൻ പറ്റില്ല. കുറയുമ്പോ പൊതുവാഹനങ്ങൾ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് സത്യവസ്തുതയാണ്. പഴയതത്ര ഇല്ല. ബസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പൊതുവാഹനമാണ്. അത് പൊതുഗതാഗതം അല്ലെ, പൊതുഗതാഗതം തന്നെയാണ്. അപ്പോ പ്രൈവറ്റ് ബസ്സുകൾ 38,000-ഓളം ബസ്സുകൾ ഒരു കാലത്തോടെ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ 10,000-ൽ താഴെയായിട്ടുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട്. നഷ്ടപ്പെടുന്ന തൊഴില് നിസ്സാരമല്ല, തൊഴിലവസരങ്ങൾ. കാരണം ഒരു ദിവസം 1,000-1,500 രൂപയ്ക്കൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ അവർ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഈ സൗജന്യ യാത്ര അവരുടെ തൊഴിലിനെ ബാധിച്ചില്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് തീർച്ചയായിട്ടും പലരെയും ബാധിച്ചിട്ടുണ്ടാകും. കാരണം ഇത്രയും ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത്രയും ആളുകൾക്കുള്ള സർവീസ് നഷ്ടമാണെങ്കിൽ അധികം വാഹനങ്ങൾ നിർത്തി പോകുമല്ലോ. പക്ഷെ അപ്പൊ വേറൊരു വസ്തുത കൂടെ നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു ആശ്വാസം എന്ന വണ്ണം ടാക്സ് നേരെ പകുതിയായി കുറച്ചിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമല്ലേ? സാധാരണ പ്രൈവറ്റ് വാഹന ഉടമകൾക്ക് ടാക്സ് നേരെ പകുതിയായി കുറച്ചല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ പുതിയതായിട്ടുള്ള ഈ സിസ്റ്റത്തിനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ ഒരു മുൻ ഗതാഗത കമ്മീഷണർ ഉൾപ്പെടെ ഒരു 5 അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. ടാക്സ് 50% കുറച്ചു എന്നുള്ളത് ഈ ഗവൺമെന്റ് അവരുടെ നേർക്കെടുക്കുന്ന അനുഭാവപൂർവ്വം. തീർച്ചയായിട്ടും. കാരണം അവരും നമ്മുടെ ജനങ്ങളാണ്, അവരും നമ്മുടെ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടേണ്ട ആളുകളാണ്. അവരെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അത്തരം പദ്ധതികൾ ഇവരെ എങ്ങനെ ലാഭത്തിലാക്കാം, പ്രൈവറ്റ് ബസ്സിനെ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുകൂടെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പരസ്യങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഗവൺമെന്റ് ബസ്സിൽ KSRTC ബസ്സിൽ മാത്രമാണ് പരസ്യങ്ങളുള്ളത്. ഇനി ആലോചിച്ചിട്ട് ഈ കമ്മിറ്റി പ്രൈവറ്റ് ബസ്സുകളിലും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം, അതുപോലെ കാർഗോ പോലെയുള്ളതോ പുതിയ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. അവരതിനെ കുറിച്ച് പഠിക്കും, വരുമാനം കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആളുകളുടെ ഈ ആദ്യമുണ്ടാവുന്ന ചില ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ ഇങ്ങനെ കാത്തുനിന്ന് പ്രിയദർശനിൽ കയറുന്ന സ്വഭാവം മാറ്റുമോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം എപ്പോഴും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ അതനുസരിച്ച് ആളുകൾ അതിനോട് യോജിച്ച് പോവുക തന്നെ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി വരുന്നു, നമുക്കിപ്പോ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, നമ്മൾ പ്രിയദർശിനി ബസ്സിന്റെ ടൈം നോക്കുന്ന ആ സമയത്ത് ആ ബസ് അവൈലബിൾ അല്ല എങ്കിൽ അടുത്ത് വരുന്ന പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഏത് യാത്രക്കാരിയാണെങ്കിലും വനിതയാണെങ്കിലും അവർ കയറി പോകും. നമുക്ക് സമയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും എത്തേണ്ടതാണെങ്കിൽ പ്രിയദർശിനി വന്നാൽ മാത്രമേ കയറൂ എന്ന് ശഠിക്കുന്ന ഒരു സമൂഹമൊന്നും അല്ല നമ്മുടെ. സമയത്തിനാണ് ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊന്ന് പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ഇപ്പൊ ഞാനാണെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, എനിക്ക് ആ സമയത്ത് ഒരു KSRTC പ്രിയദർശിനി ബസ് വന്നില്ല എങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്തേണ്ട സ്ഥലമാണെങ്കിൽ ആദ്യം വരുന്ന ഏത് ബസ്സാണോ ആ ബസ്സിൽ കയറി ഞാൻ യാത്ര ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ നഗരപ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ വണ്ടിക്ക് വേണ്ടി അങ്ങനെയുള്ള കാത്തുനിൽപ്പില്ല.
അതായത് കണ്ണിൽ എണ്ണയൊഴിച്ചുള്ള കാത്തുനിൽപ്പുണ്ടല്ലോ, അതില്ല. അവർ കിട്ടുന്ന വണ്ടി കയറിപ്പോവും. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥകൾ പ്രിയദർശിനി ബസ് കാര്യമായി ഉപയോഗപ്പെടുത്തുന്നേ ഇല്ല നഗരപ്രദേശങ്ങളിൽ. തീർച്ചയായിട്ടും അവരൊന്നുകിൽ സ്വന്തം വാഹനത്തിൽ, അല്ല എങ്കിൽ അവർ ഫാസ്റ്റ് പാസഞ്ചർ പോലുള്ള അല്ലെങ്കിൽ ഇതല്ലാത്ത വാഹനത്തിൽ കയറിപ്പോവും. കാരണം ഇതിനകത്ത് ഇടി ബഹളങ്ങളൊന്നും അവർ സഹിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ പ്രദേശത്ത്, അടിമാലി പോലുള്ള പ്രദേശത്ത്, ഹൈറേഞ്ചിൻ്റെ മിക്ക കട്ടപ്പന പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നന്നായി ഉദ്യോഗസ്ഥകൾ ഉൾപ്പെടെ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഹൈറേഞ്ചുകാർക്ക് പൊതുവെ മറ്റ് പക്ഷഭേദങ്ങളൊന്നുമില്ല, മറ്റ് വർണ്ണഭേദങ്ങളുമില്ല. അതായത് പൊതുവേ നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു തോന്നൽ ഹൈറേഞ്ചുകാർക്ക് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ആർക്കും അതിൽ കയറുന്നതിനൊരു കുറവായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ഒരുപക്ഷെ കുറേ കഴിയുമ്പോൾ, എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സമയത്ത് ആദ്യം ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ, അത് കെട്ടടങ്ങുമോ? ഇല്ല. ഇതൊരു അഭിമാന പദ്ധതിയല്ലേ, ഇതിൽ നാണക്കേടിന്റെ കാര്യമില്ലല്ലോ. നഗരത്തിലാണേലും ഗ്രാമത്തിലാണേലും നമുക്ക് സർക്കാർ തരുന്ന ഒരു ആനുകൂല്യമാണ്, അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ റൈറ്റാണ്, നമുക്കത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനകത്ത് അഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല, നാണക്കേടിന്റെ പ്രശ്നമൊന്നുമില്ല. നമുക്കതിൽ യാത്ര ചെയ്യാന്ന് പറയുന്ന സന്തോഷമുള്ള കാര്യമല്ലേ. എന്റെ സർക്കാർ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോഴും ഇതില്ലായികയൊന്നുമില്ല. സൗജന്യമായി, സാർവത്രികവും സൗജന്യവുമായി സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുട്ടികളെ വിടാതെ വലിയ ഫീസ് കൊടുത്ത് ഈ ആളുകൾ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് ഇവിടത്തേനേക്കാൾ വളരെ മെച്ചമായ വിദ്യാഭ്യാസം അവിടെ കിട്ടും എന്നതോർത്ത് മാത്രമല്ല, അവിടെയുണ്ട് ചില മനുഷ്യന്റെ ചില കൊള്ളരുതാത്ത വിചാരങ്ങൾ, അഭിമാന ചിന്തകളുള്ള ആളുകൾ അത്തരത്തിൽ മനുഷ്യരുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഇത് ബസ് യാത്രയെ അത് ബാധിച്ചിട്ടില്ല ഇതുവരെ. കാരണം സ്കൂളുകളിൽ ഇപ്പൊ ഞാൻ സ്വകാര്യ ആശുപത്രികളിൽ ആൾക്കാർ പോകുന്നില്ലേ, ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളില്ലേ, എല്ലാവിധ സർവീസും കൊടുക്കുന്ന സർക്കാർ ആശുപത്രികളുണ്ടെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ പോകുന്ന ആളുകളില്ലേ. അത് പൈസ ഇല്ലാത്ത ആളുകൾ പോലും ചിലപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്ന ആളുകളും ഉണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ, അത് ആളുകളുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ആളുകൾക്ക് കിട്ടുന്ന ഒരു സർവീസ് പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ ആ സർവീസ് നോക്കി പൈസ മുടക്കിയാണെങ്കിലും യാത്ര ചെയ്യും, അല്ലാതെ ഒരുക്കുകയോ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ കേരളത്തിലുടനീളം നമുക്ക് കിട്ടുന്നത്, ചില ജില്ലകളിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം കൂടുതലുണ്ട്, അങ്ങക്ക് അറിവുള്ളതാണ്. ചിലപ്പോൾ കോഴിക്കോട്, മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ പ്രൈവറ്റ് ബസ്സിന്റെ എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ അവരെയാണ് ഇത് പ്രത്യക്ഷമായി കാര്യമായി ബാധിച്ചിരിക്കുന്നത്. പക്ഷെ അന്നേരം അവിടെ പൊതുവെ വടക്കൻ ജില്ലകളിലേക്ക് ഈ KSRTCയുടെ എണ്ണത്തിൽ പൊതുവെ കുറവുണ്ട്, തെക്കൻ ജില്ലകളുള്ളതിനേക്കാൾ കുറവുണ്ട്. അങ്ങനെ അത് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും തോന്നുന്നു. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടുക്കിയിൽ ആവശ്യത്തിന് ബസ്സുണ്ട് എന്നങ്ങ് കരുതുന്നുണ്ടോ? ഏതാണ്ട് 125ഓളം ബസ്സുകളാണ്, ഏകദേശം കണക്കാട്ടോ, 125ഓളം ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഇടുക്കിയിൽ. അത്യാവശ്യം എല്ലാ മേഖലയിലേക്കും ബസ്സുകളുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഇത്രയും ബസ്സുകൾ അല്പം നമുക്ക് മതിയാവുന്ന അത്രയും ബസ്സുകളുണ്ട്. ഈ എല്ലാ ഗവൺമെന്റുകളും ഇടത് വലത് ഭേദമന്യേ ഈ KSRTC എന്ന് പറയുന്ന ഒരു വെള്ളാനിയാണ് എന്നൊരു ആക്ഷേപം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ നികുതിപ്പണം, സാധാരണക്കാരൻ്റെ നികുതിപ്പണം എടുത്തിട്ടാണ് ഈ നഷ്ടം നികത്തുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം നികത്താനുള്ള തീവ്ര ശ്രമം പലരും നടത്തുന്നുണ്ട്. അത് ചില മന്ത്രിമാർ, അതുപോലെ തന്നെ KSRTCയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ശ്രമം നടത്തിയാലും ചിലപ്പോൾ അല്പം നഷ്ടം നികന്നു വരുന്നു എന്നതൊഴിച്ചാൽ തികച്ചും ലാഭത്തിലേക്ക് വന്നു എന്നൊരിക്കലും പറഞ്ഞുകൂടാ. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ നികുതിപ്പണം എടുത്താണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന ഒരാക്ഷേപം നിലനിൽക്കെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സൗജന്യ പരിപാടി സർക്കാർ ആവിഷ്കരിച്ചത്. അതിന്റെ ആക്കം കൂട്ടുമോ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് നമുക്കറിയാം, ഇത് എങ്ങനെ നല്ല രീതിയിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ CP ജോൺ സാറാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹം വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ്. പുതിയ ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ KSRTCനെ എങ്ങനെ ലാഭകരമാക്കാം എന്ന് പരിശ്രമിക്കുന്നുണ്ട്. വരും നാളുകളിൽ തീർച്ചയായിട്ടും KSRTC ലാഭത്തിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും ശക്തമായി പഠിച്ച് ഇടപെടുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു അറിവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയുമ്പോഴും ഈ പദ്ധതി ഇനിയും പഠിച്ച് ഇനിയും വേണ്ട സമയത്ത്
കുറെ കൂടി ഫലപ്രദമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം KSRTC പ്രഖ്യാപിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് മുഖ്യമന്ത്രി പറഞ്ഞു, പഠിച്ചിട്ട് ഇനിയും കൂടുതൽ വേണമെങ്കിൽ. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണല്ലോ സൗജന്യ യാത്ര. വരും കാലങ്ങളിൽ ചിലപ്പോൾ നല്ല ലാഭത്തിലെങ്ങാനും വന്നാൽ പുരുഷന്മാർക്കും കൂടെ ചിലപ്പം അനുവദിക്കാൻ വയ്യ എന്നില്ല. അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് നടപ്പാക്കിയിരിക്കുന്നത്. KSRTC ലാഭത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല. സർക്കാർ എല്ലാവരെയും പരിഗണിക്കേണ്ട ആളുകളാണല്ലോ. ചോദിക്കട്ടെ, ചില ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു സ്ത്രീകളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല. കൂട്ടത്തില് ഒരു 60 വയസ്സ് കഴിഞ്ഞ പ്രായമായ ആളുകളെ, വയസ്സായ ആളുകളെ കൂടെ, രോഗികള് ഒക്കെ ഒന്ന്, അതുപോലെ ഈ ചലന വൈകല്യമുള്ള ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള ആളുകളെ ഒക്കെ പരിഗണിക്കണമെന്നൊരു തോന്നൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിനോട് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സാർ, ഇത് UDFന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എന്ന്. ഇപ്പൊ നമ്മളത് പുരുഷന്മാരെ കൂടെ അത്തരത്തിലേക്ക് പരിഗണിക്കാനായിട്ട് ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി. കാരണം ഇപ്പൊ കർണാടകയിൽ നടപ്പാക്കിയതും തെലങ്കാനയിൽ നടപ്പിലാക്കിയതുമെല്ലാം സ്ത്രീകൾക്ക് മാത്രമുള്ള സൗജന്യ യാത്രകളാണ്. അവിടെയൊക്കെ കുറഞ്ഞ ലിമിറ്റഡ് സ്റ്റോപ്പുകൾ, കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലാണ് ഇത് ദീർഘദൂര യാത്ര അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാതെ എന്തായാലും ഇത് ചെയ്യില്ല. അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പഠനം നടത്തിയിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആലപ്പുഴയ്ക്കുണ്ട്, ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ആലപ്പുഴയ്ക്കുണ്ട്. ആലപ്പുഴയിൽ ചെന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം കാത്തു നിന്നാൽ അടുത്ത പ്രിയദർശിനി വന്ന് കൊല്ലത്തേക്ക് കയറാം. തീർച്ചയായിട്ടും പോകും. കൊല്ലത്ത് പോയാൽ അടുത്ത ബസ്സിന് തിരുവനന്തപുരം പോകാം. അതാണ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞത് സാർ. തിരുവനന്തപുരം കാണാത്ത ആളുകൾ ഇപ്പോഴങ്ങനെ വളരെ ഹാപ്പിയാണ്. കാരണം അടുത്ത ഒരു സീസൺ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിന് പോകാം എന്ന് പറഞ്ഞൊരു യാത്ര ആളുകൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓണത്തിന്റെ അവധിക്കാലത്ത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് തിരുവനന്തപുരത്തേക്ക്, കവടിയാർ കൊട്ടാരം ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്, കാഴ്ചകൾ ധാരാളമുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രിയദർശിനി പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആകെ കൂടി കേരളത്തിലെ വനിതകൾ ഈ പദ്ധതിയിൽ സംപ്രീതരാണ് എന്നാണ്. തീർച്ചയായിട്ടും വളരെ സംപ്രീതരാണ്, വളരെ ഹാപ്പിയാണ്. ആ ഉദ്ഘാടന ദിവസം മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ 40% വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സ്ത്രീകളുടെ ബസ് യാത്ര. അത് വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷപൂർവ്വം ഓരോ ജനവും കൈയടിച്ച് സ്വീകരിച്ചതാണ്. 40% സ്ത്രീകൾ അധികമായി യാത്ര ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സ്ത്രീകൾ യാത്രാ സ്വാതന്ത്ര്യം കൂടി അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവർ അസ്വതന്ത്രകളാണ് എന്ന് കുറെ കാലങ്ങളായി നമ്മൾ പറയുന്ന ഈ ഭാഗത്ത് ഒരു പുരുഷാധിപത്യ അധികാര കേന്ദ്രീകൃത സമൂഹത്തില് ഇതൊരു വലിയ വിപ്ലവമല്ലേ? തീർച്ചയായിട്ടും. സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിച്ചു. അത് മാത്രമല്ല, ഒരു പൊതുഗതാഗതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. നമുക്ക് അത് വളരെ വലിയൊരു കാര്യമല്ലേ? കേവലമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് അതിനപ്പുറത്ത് സ്ത്രീ അനുഭവിക്കുന്ന ഒരു സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ പരിരക്ഷ കൂടിയാവുന്നില്ലേ ഇത്? തീർച്ചയായിട്ടും. സ്ത്രീ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ അവർക്ക് കൂട്ടുകാരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് കൂട്ടുകാർ ഒരുമിച്ച് കൂടി കഴിഞ്ഞ ദിവസം മൂന്നാറിൽ യാത്ര വന്നിരിക്കുന്നതിന്റെ പടം പേപ്പറിൽ വന്നിരിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ വരുന്നത്. സന്തോഷം. നമ്മുടെ സമയം കൃത്യമായി അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ 30 മിനിറ്റ് അവസാനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവസാനമായി ഈ പദ്ധതിയെക്കുറിച്ച് സ്ത്രീകൾക്കുള്ള സന്ദേശം എന്താണ്? സ്ത്രീകൾ പരമാവധി നമ്മുടെ പ്രിയദർശിനി ബസ്സിലെ യാത്ര നല്ല രീതിയിൽ യാത്ര ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇപ്പൊ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും നമുക്ക് എവിടെ പോകാനാണെങ്കിലും ധൈര്യത്തോടു കൂടി യാത്ര ചെയ്യാൻ പൊതുഗതാഗതം ഉപയോഗിക്കുക. വളരെ നന്ദിയുണ്ട് മീഡിയ നെറ്റിൽ എത്തുകയും പ്രത്യേകിച്ച് വളരെ സമചിത്തതയോടുകൂടി സന്തോഷവതിയായി ഈ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിച്ചതിനും പ്രതികരിച്ചതിനും നമസ്കാരം. നമസ്കാരം. ഒരു ഭാഗത്ത് ഒട്ടേറെ ഗുണങ്ങൾ ഈ പദ്ധതിക്കുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് ചില പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടാതിരിക്കുന്നില്ല. സ്വകാര്യ ബസ് മേഖല ആകെ തകരുന്നു എന്ന മുറവിളി ഉയരുകയാണ്. എങ്ങനെയാണ് അവരെ ഇതിൽ നിന്ന് രക്ഷിക്കുക? ഒപ്പം സമാന്തര സർവീസുകളെയും ഇത് ബാധിക്കുന്നുണ്ട്. ആ കാര്യത്തിലും സർക്കാർ ഇടപെടുമെന്ന് തന്നെ പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.